ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം, കുറേ നാളല്ല, കുറച്ചധികം നാൾക്ക് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 2 കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. സോ ആദ്യത്തേത് ഈ ഗ്ലോ ബൂസ്റ്റിംഗ് ഓയിൽ ബയോക്കിളിന്, അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് ഫേസ് ഓയിൽ. ഈ 2 സാധനങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. കുറച്ച് പേർക്ക് അറിയായിരിക്കും എന്താ ഫേസ് ഓയിലിനെ കുറിച്ചിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുന്നുണ്ടാകും, പിന്നെ ഫേസ് മസാജിനെ കുറിച്ചുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുന്നുണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ് ഈ 2 പ്രൊഡക്റ്റുകളുടെ ഗുണങ്ങളും പിന്നെ എന്താണ് ഫേസ് മസാജിങ്, ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് ഒക്കെയാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. ഈ വീഡിയോയിൽ ആദ്യം ഞാൻ കാണിച്ചു തരുന്നത് ഈ പ്രൊഡക്റ്റാണ്, ബയോക്കിളുടെ റേഡിയൻസ് ഗ്ലോ ബൂസ്റ്റിംഗ് ഫേസ് ഓയിൽ എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാർക്ക് സ്പോട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിമ്പിൾസ് ഒക്കെ വന്നിട്ട് പോയുള്ളവർക്ക് ഡാർക്ക് സ്പോട്ടുകൾ, അതുപോലെ തന്നെ എന്താ ചില ഭാഗങ്ങളിൽ ഫോർ എക്സാമ്പിൾ ഇവിടെയൊക്കെ ടാൻ ആയിരിക്കും കൂടുതൽ അടിക്കുക, ഇവിടെയൊക്കെ ടാൻ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് കുറച്ച് പിഗ്മെൻറ്റേഷൻ വരും. അപ്പോൾ അതൊക്കെ ഈവൻ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആപ്ലിക്കേഷൻ കാണിച്ചു തരാം നിങ്ങൾക്കിപ്പം കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. നമ്മുടെ ഫേസിലേക്ക് നമുക്ക് എത്രയാണോ നമ്മൾക്ക് ഇഷ്ടമുള്ളത് അത്രയും നമ്മൾ തേച്ച് കൊടുത്തതിന് ശേഷം അപ്ലൈ ടു ഇൻ യുവർ ഫേസ് ലൈക്ക് ദിസ്. കണ്ടോ, ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഇതാണ്. പിന്നെ ഇതിൻ്റെ സ്മെല്ല് വന്നിട്ട് നമ്മൾ ഈ ആയുർവേദിക് പ്രൊഡക്റ്റുകളില്ലേ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ഓവർ പവറിങ് ഒന്നുമല്ല, ബട്ട് വെരി ഗുഡ്. നല്ലപോലെ ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഡ്രൈ സ്കിൻ ഉണ്ട്. അപ്പം നമ്മൾ മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റാമിൻ എ, സി, ഇ, ഫാറ്റി ആസിഡ്സ് എല്ലാം ഉണ്ട്. അപ്പം എക്സ്ട്രാ ഗുണവും കൂടെയാണ്. പിന്നെ ഓയിൽ ചെയ്തിട്ട് മസാജും കൂടെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് ബ്ലഡ് സർക്കുലേഷൻ. ഫേസ് മസാജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന 3 ഫേസ് മസാജിങ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഈ ഓയിൽ ഇട്ടിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. ഞാൻ നോർമലി ഫേസ് വാഷ് ഇട്ടിട്ടായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഈ ഓയിൽ കിട്ടിയതിന് ശേഷം ഞാൻ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിരൽ വെച്ചിട്ട് എൻ്റെ ചീക്കിൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ പുഷ് ചെയ്യും ഇവിടെ നിന്ന് ഇങ്ങനെ. സോ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സൈഡിലെ ജോ ലൈൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ സൈഡിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞ ശേഷം പിന്നെ വേറെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിരൽ 2 എണ്ണം ഇങ്ങനെ പിടിക്കും, എന്നിട്ട് ഇങ്ങനെ ഒരു ഓവൽ സർക്കിൾ, ഫുൾ ഹാഫ് സർക്കിൾ വരയ്ക്കുന്ന പോലെ ഇങ്ങനെ ചെയ്യും. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചീക്സ് ഇങ്ങനെ പ്ലം ആയിട്ട് ഇങ്ങനെ മേളിൽ നിൽക്കും, ലൈക്ക് സാഗി ആയിട്ട് വരത്തില്ല. അപ്പോൾ ഒരു ഡെഫിനിഷൻ വരും ഫേസിന്. അതുപോലെ തന്നെ ഈ ഏരിയയ്ക്ക് ഒരു ഡെഫിനിഷൻ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും പുട്ടിട്ട് ഓവർ നമ്മുടെ നെക്കിലും കൂടെ. അടുത്ത പ്രൊഡക്റ്റ് ഇതാണ്. ഇത് ഞാനൊരു 13+ ഏജ് ഉള്ളവർക്ക് കൂടുതലായിട്ട് ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യും. ബിക്കോസ് ഇത് ആൻറ്റി ഏജിങ് ഫേസ് ഓയിലാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെയാണ്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സെറമിൻ്റെ താഴെ ലെയർ ചെയ്യാം, അവിടെ മോയ്സ്ചറൈസറിന് പകരമായിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ മസാജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഭയങ്കര നല്ലതാണ്. എന്താ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഉമ്മച്ചിയാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രൊഡക്ട്സ് വരുന്ന സമയത്താണെങ്കിലും സ്കിൻ കെയറിൻ്റെ പ്രൊഡക്റ്റ് വരുമ്പം ഉമ്മാക്ക് കുറച്ചും കൂടെ സൂട്ടബിൾ എന്നുള്ള സീൻ ചോദിക്കാൻ. പ്ലസ് എൻ്റെ ഉമ്മക്ക് ഡ്രൈ സ്കിന്നാണ്. അപ്പം ഈ പ്രൊഡക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഉമ്മച്ചിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് ഹോളി ഗെയിലാണ്, ഡ്രൈ സ്കിന്നാണ്, പ്ലസ് 30+ ഏജും കൂടി ആയതുകൊണ്ട് ഉമ്മയുടെ ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കാനാണെങ്കിലൊക്കെ ഭയങ്കര നല്ലതാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെയുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. മറ്റേത് ഒരു യെല്ലോയിഷ് ആണെങ്കിൽ ഇത് ട്രാൻസ്പെറൻ്റ് ആണ്, ഭയങ്കര സോഫ്റ്റ് ആണെങ്കിൽ ശരിക്കും അറിയാൻ പാടില്ല. ഇങ്ങനെ ഓയിലെന്ന് നമ്മൾ എങ്ങനെ ഇതിന് പറയുന്നത് എനിക്കറിയില്ല. ബിക്കോസ് അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. എനിക്ക് ഇടുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. കണ്ട ഒരു ഗ്ലോ ഒക്കെ വരുന്നത് ഓയിൽ ഇടുമ്പോഴത്തേക്കും വരുന്ന ആ ഒരു തിക്കി ആയിട്ടുള്ള അങ്ങനെയല്ല, ശരിക്കും ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് ഇഷ്ടമുള്ള അത്രയും എമൗണ്ട് നമ്മൾ ഇടേണ്ട ആവശ്യമുള്ളൂ. ഇത്ര എമൗണ്ട് ഉണ്ട് അത്ര എമൗണ്ട് അങ്ങനെയൊന്നുമില്ല. ഇഷ്ടമുള്ളത് എത്രയാണോ, നമുക്ക് എവിടെയാണോ കൂടുതൽ ഡ്രൈ, ചില ആൾക്കാർക്ക് ഈ ഭാഗത്തും ഈ നോസിൻ്റെ കോർണറുകളിലാണ് ഏറ്റവും കൂടുതൽ ഡ്രൈ വരാറ്. ഞാൻ അങ്ങനെയാണ്. എനിക്കിപ്പോൾ ഈ ഡിസംബറൊക്കെ ആയപ്പോഴത്തേക്ക് കുളിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാവിലെ എണ്ണീച്ച് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വെളുത്ത് വരും. എന്ത് തേച്ചിട്ടും കാര്യമില്ല ഗൈസ്. ഞാനാണെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്തതിന് ശേഷം പൗഡറിൽ കോമ്പാക്ട് പൗഡറോ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ അടിയിൽ ഏറ്റവും ബെസ്റ്റാണ് ഇതുപോലത്തെ ഓയിൽ വെച്ച് ലെയർ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറലി ആ പൗഡർ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എക്സ്ട്രാ ഡ്രൈ ആവത്തില്ല.
ഈ ഓയിൽ നമ്മൾ അതിന് വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പ്രൊഡക്റ്റ് നമുക്ക് രാവിലെ രാത്രി യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് കൂടുതലായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുക നൈറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ എലാസിറ്റി, അതുപോലെ തന്നെ ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്ത് ഭയങ്കര എന്താ പറയുക, നമ്മൾ പറയില്ല ചില സമയത്ത് നമ്മുടെ സ്കിന്നിങ്ങനെ വരണ്ട ഭൂമി പോലെ ഇരിക്കും. ആ ടൈമിൽ നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ സ്കിന്നിന് ശരിക്കും അങ്ങ് ഒരു പ്രത്യേക ഒരു ഗ്ലോ പോലെ ഉണ്ടാവും. അതുപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്. നമുക്ക് എണ്ണ അതൊന്നും വാരി അങ്ങനെ തേക്കാൻ പറ്റത്തില്ല, കാരണം ഒരിക്കലും എണ്ണ റെക്കമെൻഡ് ചെയ്യില്ല, കാരണം നമ്മുടെ പോഴ്സിൽ കയറിയിട്ട് അത് ക്ലോഗ് ചെയ്യും. പക്ഷേ ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. ഇട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. തീരെയോ എണ്ണ തേച്ച് വൈബ് ഉണ്ടാവില്ല. നമ്മൾ എണ്ണ തേക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ലെയർ ഇട്ട പോലെ ഫീൽ ചെയ്യും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വരാൻ തുടങ്ങാറുണ്ട്. എനിക്ക് 2 പ്രൊഡക്റ്റിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ബിക്കോസ് ഇത് ഇട്ട് കഴിയുമ്പോൾ എനിക്കറിയില്ല, എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഒരു ചെറിയൊരു ഗ്ലോ പോലെയൊക്കെ വരുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഓയിലി ആയിട്ടുള്ള ഗ്ലോ അല്ല, പക്ഷെ ഇട്ട് കഴിയുമ്പോഴത്തേക്കൊരു പ്ലംനെസ് ഫീൽ ചെയ്യാറുണ്ട്. സോ ഇതാണ് 2ൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫേസ് മസാജിനെ കുറിച്ച് പറയുമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ലിങ്ക് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാൻ വേണ്ടി മറക്കണ്ട. സോ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും ലിങ്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.